ആരോഗ്യരംഗത്ത് ശാസ്ത്രം കൈവരിച്ച വൻ മുന്നേറ്റങ്ങൾക്കിടയിലും മനുഷ്യരാശിയെ വീണ്ടും ഭീതിയുടെ നിഴലിലാട്ടിക്കൊണ്ട് പുതിയൊരു പകർച്ചവ്യാധി കൂടി ലോകശ്രദ്ധ ആകർഷിക്കുകയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ ഭേദിച്ച് ആഗോളതലത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഈ പുതിയ വില്ലനാണ് ബുണ്ടി ബുഗോയ എന്ന എബോള വൈറസ് വകഭേദം. കോവിഡിന്റെയും മറ്റ് മഹാമാരികളുടെയും ആഘാതത്തിൽ നിന്ന് ലോകം ഇനിയും പൂർണ്ണമായി മുക്തമാകാത്ത സാഹചര്യത്തിലാണ് അത്യന്തം അപകടകാരിയായ ഈ വൈറസ് ബാധ വലിയ ആശങ്ക ഉയർത്തുന്നത്. കേവലം ഒരു പ്രാദേശിക ആരോഗ്യ പ്രശ്നം എന്നതിനപ്പുറം ലോകാരോഗ്യ സംഘടനയുടെ അന്താരാഷ്ട്ര അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് വരെ കാര്യങ്ങളെ എത്തിക്കാൻ ഈ വൈറസിന് സാധിച്ചിരിക്കുന്നു. ഒരൊറ്റ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പോലും അത് അതിവേഗം പടരാൻ സാധ്യതയുള്ളതിനാൽ ലോകരാജ്യങ്ങളെല്ലാം കനത്ത ജാഗ്രതയിലാണ് ഇപ്പോഴുള്ളത്. എന്താണ് ബുണ്ടി ബുഗോയ? വൈറോളജി ലോകത്തെ ഏറ്റവും മാരകമായ വൈറസ് കുടുംബങ്ങളിലൊന്നായ ഫിലോവിരിഡെ കുടുംബത്തിലെ എബോള ജീനസിൽപ്പെട്ട ഒരു പ്രത്യേക വകഭേദമാണ് ബുണ്ടി ബുഗോയ എബോള വൈറസ്. മുൻപ് നമ്മൾ കേട്ടിട്ടുള്ള സാധാരണ എബോള വൈറസുകളിൽ നിന്ന് ഇതിനെ വേർതിരിച്ച് നിർത്തുന്നത് ഇതിൻ്റെ ജനിതക ഘടനയിലെ സവിശേഷതകളും വ്യാപന ശേഷിയുമാണ്. ഈ വൈറസിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 2007 ഉഗാണ്ടയിലെ ബുണ്ടി ബുഗോ എന്ന അതിർത്തി പ്രദേശത്താണ് ഇതാദ്യമായി ശാസ്ത്രലോകം കണ്ടെത്തുന്നത്. ഈ പ്രദേശത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ വൈറസിന് ബുണ്ടി ബുഗോയ എന്ന പേര് ലഭിച്ചത്. ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ നിരവധി ജീവനുകൾ കവർന്ന ഈ വൈറസ് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും വൻ ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. സാധാരണ എബോള വൈറസുകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ ഈ വകഭേദത്തിന് കഴിയുമെന്നതാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട തുടങ്ങിയ മധ്യകിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് നിലവിൽ ഈ വൈറസ് ബാധ അതിവേഗം പടർന്നു പിടിക്കുന്നത്. സാധാരണ എബോള വൈറസ് വകഭേദങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബുണ്ടി ബുഗോയയ്ക്ക് മനുഷ്യരിലേക്ക് പടരാനുള്ള ശേഷി വളരെ കൂടുതലാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വനമേഖലകളോടും അതിർത്തികളോടും ചേർന്ന് കിടക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിൽ ആരോഗ്യ സംവിധാനങ്ങളുടെ പരിമിതി രോഗവ്യാപനം തടയുന്നതിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇതിനു പുറമെ ഈ രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തി കടന്നുള്ള അനിയന്ത്രിതമായ യാത്രകളും ജനങ്ങളുടെ സമ്പർക്കവും രോഗവ്യാപനത്തിന്റെ തോത് ഇരട്ടിയാക്കുന്നു. രോഗബാധ നിയന്ത്രണാതീതമായി തുടരുന്ന സാഹചര്യത്തിലാണ് ലോകാരോഗ്യ സംഘടന ആഫ്രിക്കയിലെ ഡയറക്ടറായ മുഹമ്മദ് യാക്കൂബ് ജനാബിയുടെ നേതൃത്വത്തിൽ ആഗോള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. എബോളയുടെ ഒരൊറ്റ കേസ് പോലും നിസ്സാരമായി കാണരുതെന്നും അത് രോഗബാധ സ്ഥിരീകരിച്ച രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് വലിയ തോതിൽ വ്യാപിക്കാൻ കാരണമായേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ബുണ്ടി ബുഗോയ വൈറസ് ബാധയെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒന്നാക്കി മാറ്റുന്നത് ഇതിനെ പ്രതിരോധിക്കാനുള്ള കൃത്യമായ മരുന്നുകളുടെയോ വാക്സിനുകളുടെയോ അഭാവമാണ്. മുൻകാലങ്ങളിൽ ലോകത്തെ ഭീതിയിലാഴ്ത്തിയ സാധാരണ എബോള വൈറസിനെതിരെ, അതായത് സയർ വകഭേദത്തിനെതിരെ നിലവിൽ ഫലപ്രദമായ വാക്സിനുകൾ വികസിപ്പിച്ചെടുക്കാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പുതിയ ബുണ്ടി ബുഗോയ വകഭേദത്തിന് നിലവിൽ ലോകത്തൊരിടത്തും അംഗീകൃത വാക്സിനുകൾ ലഭ്യമല്ല എന്നത് വലിയൊരു പോരായ്മയാണ്. കൃത്യമായ ആൻറ്റി വൈറൽ ചികിത്സയും ഈ രോഗത്തിനില്ല. രോഗബാധിതർക്ക് നൽകാൻ കഴിയുന്നത് ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള താൽക്കാലിക പരിചരണവും ശരീരത്തിലെ ജലാംശം നിലനിർത്താനുള്ള സപ്പോർട്ടീവ് തെറാപ്പിയും മാത്രമാണ്. ഈ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ആരോഗ്യ പ്രവർത്തകരെയും ലോകരാജ്യങ്ങളെയും കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത്. ശരീരത്തിൽ വൈറസ് പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രാരംഭഘട്ടത്തിൽ സാധാരണ പനിയുടെ ലക്ഷണങ്ങളോടെയാണ് രോഗം ആരംഭിക്കുന്നത്. പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കഠിനമായ തലവേദന, അസഹനീയമായ പേശിവേദന എന്നിവയാണ് ആദ്യ ലക്ഷണങ്ങൾ. ഇതിനോടൊപ്പം രോഗിക്ക് അമിതമായ ക്ഷീണവും തൊണ്ടവേദനയും അനുഭവപ്പെടും. എന്നാൽ രോഗത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലക്ഷണങ്ങൾ അത്യന്തം മാരകവും ദാരുണവുമായി മാറുന്നു. വിട്ടുമാറാത്ത ഛർദി, കടുത്ത വയറിളക്കം, ചർമ്മത്തിൽ ചുവന്ന പാടുകൾ എന്നിവ ഈ ഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടും. രോഗം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ മനുഷ്യ ശരീരത്തിലെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം ഒന്നൊന്നായി നിലയ്ക്കാൻ തുടങ്ങും. തുടർന്ന് ശരീരത്തിൻ്റെ സ്വാഭാവിക രക്തം കട്ടപിടിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയും മൂക്ക്, വായ, മലദ്വാരം എന്നിവിടങ്ങളിലൂടെ കടുത്ത രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിലാണ് ഭൂരിഭാഗം രോഗികളും മരണത്തിന് കീഴടങ്ങുന്നത്. ഏതൊരു മാരക രോഗം പടരുമ്പോഴും അതിനെക്കുറിച്ച് പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. ബുണ്ടി ബുഗോയ വായുവിലൂടെ പകരുന്ന ഒരു രോഗമല്ല എന്നത് ആദ്യമേ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കോവിഡ് പോലെ വായു ശ്വസിക്കുന്നത് വഴി ഇത് മറ്റൊരാളിലേക്ക് പകരില്ല. എന്നാൽ ശരീരസ്രവങ്ങളിലൂടെയുള്ള ഇതിൻ്റെ വ്യാപനം കടുത്ത ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട്. രോഗബാധിതരായ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ രക്തം, ഉമിനീർ, മൂത്രം, വിയർപ്പ് തുടങ്ങിയവ ശരീരദ്രവങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നതിലൂടെയാണ് വൈറസ് പടരുന്നത്. പ്രകൃതിയിൽ പ്രധാനമായും വവ്വാലുകൾ, കുരങ്ങുകൾ എന്നിവയിലാണ് ഈ വൈറസ് കാണപ്പെടുന്നത്. ഇവയിൽ നിന്ന് വന്യമൃഗങ്ങളെ തൊടുന്നതിലൂടെയോ അവയുടെ മാംസം ഭക്ഷിക്കുന്നതിലൂടെയോ ആണ് വൈറസ് ആദ്യമായി മനുഷ്യരിലേക്ക് എത്തിയത്.
രോഗബാധിതരായ ആളുകളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും മരണപ്പെട്ടവരുടെ മൃതദേഹം സംസ്കരിക്കുന്ന ബന്ധുക്കൾക്കും രോഗം പകരാൻ വലിയ സാധ്യതയുണ്ട്. ആഫ്രിക്കയിൽ എബോള പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ യാത്രാ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ്. പ്രധാന ആഗോള വ്യോമ ഗതാഗത ഹബ്ബായ ദുബൈയിൽ നിന്ന് എമിറേറ്റ്സ് എയർലൈൻ യാത്രക്കാർക്കായി പ്രത്യേക നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് പല രാജ്യങ്ങളും പ്രവേശന വിലക്കും കർശനമായ ആരോഗ്യ പരിശോധനകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ രാജ്യങ്ങൾ സന്ദർശിച്ച സ്വന്തം പൗരന്മാർക്ക് പോലും വാഷിംഗ്ടൺ, ഡള്ളസ്, അറ്റ്ലാന്റ തുടങ്ങിയ നിശ്ചിത വിമാനത്താവളങ്ങൾ വഴി മാത്രമേ പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. അവിടെ അവർക്ക് കനത്ത ആരോഗ്യ പരിശോധന നേരിടേണ്ടി വരും. കാനഡയാകട്ടെ ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് 90 ദിവസത്തെ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയതിനോടൊപ്പം മടങ്ങിയെത്തുന്ന സ്വന്തം പൗരന്മാർക്ക് ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും 21 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹ്റൈൻ, ജോർദാൻ തുടങ്ങിയ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ആഫ്രിക്കൻ യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ തായ്ലൻഡ് തങ്ങളുടെ പരിശോധനകൾ ബാങ്കോക്ക് വിമാനത്താവളത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തി. യൂറോപ്യൻ യൂണിയൻ നിലവിൽ വലിയ അപകട സാധ്യത കാണുന്നില്ലെങ്കിലും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ആഗോളതലത്തിൽ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ഇന്ത്യയും പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ പ്രമുഖ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാനും പരിശോധിക്കാനുമുള്ള സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഇന്ത്യൻ പൗരന്മാർ പരമാവധി ഒഴിവാക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ കേരളത്തിലോ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലോ ഈ വൈറസ് ബാധ ഒന്നുപോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് വലിയ ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. മുൻപ് നിപ്പ, കോവിഡ് തുടങ്ങിയ മഹാമാരികളെ വിജയകരമായി പ്രതിരോധിച്ച മികച്ച ആരോഗ്യ സംവിധാനവും അനുഭവ സമ്പത്തും കേരളത്തിനുണ്ട്. എങ്കിലും ഗൾഫ് രാജ്യങ്ങളുമായും ആഫ്രിക്കൻ രാജ്യങ്ങളുമായും അടുത്ത ബന്ധമുള്ള കേരളം ജാഗ്രത കൈവിടാൻ പാടില്ല. ബാധിത പ്രദേശങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്നവർക്ക് പനിയോ മറ്റ് അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ ഹെൽത്ത് ഡെസ്കിൽ വിവരമറിയിക്കുകയും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിക്കുകയും വേണം. കൈകൾ സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് കൃത്യമായി വൃത്തിയാക്കുന്നത് ശീലമാക്കണം. ബുണ്ടി ബുഗോയ പോലെയുള്ള മാരക വൈറസുകൾ മനുഷ്യരാശിക്ക് മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല. വാക്സിനോ കൃത്യമായ ചികിത്സയോ ഇല്ല എന്നത് രോഗത്തിൻ്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. എങ്കിലും ശരിയായ അറിവും ശാസ്ത്രീയമായ ജാഗ്രതയും കൊണ്ട് ഇതിനെ നമുക്ക് തടയാൻ സാധിക്കും. രോഗബാധയുള്ള മധ്യ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക. വന്യമൃഗങ്ങളെ തൊടുന്നതും അവയുടെ മാംസം ഭക്ഷിക്കുന്നതും പൂർണ്ണമായി ഒഴിവാക്കുക. രോഗലക്ഷണങ്ങൾ ഉള്ളവരുമായോ മൃതദേഹങ്ങളുമായോ നേരിട്ട് സമ്പർക്കം പുലർത്താതിരിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ നമ്മെ വലിയ വിപത്തുകളിൽ നിന്ന് രക്ഷിക്കും. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതെ ഔദ്യോഗികമായ ആരോഗ്യ നിർദ്ദേശങ്ങൾ മാത്രം കർശനമായി പാലിക്കുക എന്നതാണ് പൊതുജനങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിഭ്രാന്തിയല്ല, മറിച്ച് കൃത്യമായ ജാഗ്രതയാണ് ഇപ്പോൾ ഈ ലോകത്തിന് ആവശ്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.